പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസാരിക്കുന്നു പി.വി. അൻവറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ഞാനിവിടെ ഉണ്ടാവുമെന്നുള്ള ധാരണയൊക്കെ ആയിരിക്കാം. അൻവർ ഇന്നിവിടെ വന്നു, കണ്ടു. അദ്ദേഹം ഇപ്പോൾ ജയിൽ മോചിതനായിട്ടാണ് വരുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതാണ് ഉണ്ടായത്. ഇവിടെ വന്ന് ഇനിയിപ്പോൾ ചായ പിടിച്ച് മുമ്പിൽ പോകും, വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. പി.വി. അൻവർ UDF-ലേക്ക് നല്ല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം അത്രയും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ UDF-ലെ പ്രബല കക്ഷിയായിട്ടുള്ള ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അല്ല, അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. UDF-ലാകുമ്പോൾ UDF വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. UDF ആ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യും. ഇപ്പോൾ അയാൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിൽ UDF-ന് എതിർപ്പൊന്നുമില്ല. കാരണം ഇപ്പോൾ വന നിയമത്തിലെ ഭേദഗതി കുറച്ച് സങ്കീർണമാണ്. അവിടെ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ ആ നിയമം നടപ്പി വരുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ നിലക്കാണ് അൻവർ സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അയാൾ ഉയർത്തുന്ന ആ പ്രശ്നങ്ങൾ, അപ്പോൾ പുതിയ വന നിയമ ഭേദഗതി അത് സർക്കാർ ഒന്നുകൂടി അത് പുനരാലോചിക്കേണ്ടതുണ്ട്. അതിന് വരുന്ന സങ്കീർണതകൾ അത് പരിഹരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് സോഷ്യൽ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് അദ്ദേഹം മാത്രമല്ല, അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നതെന്നാണ്. എൻ്റെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം. അപ്പോൾ അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് UDF ചെയ്യും. അത് UDF-ൻ്റെ കടമയാണല്ലോ. UDF ഇനിയും 10 വർഷമായി ഇപ്പോൾ അധികാരത്തിൽ വിട്ടു നിൽക്കുകയാണ്. ഇനിയും UDF-ന് അധികാരത്തിൽ വിട്ടു നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും UDF തീരുമാനിക്കും. പല ഘട്ടത്തിൽ അൻവറിനെ മുന്നോട്ട് എടുക്കാനുള്ള ചർച്ചകൾ നടന്നു, ഡൽഹിയിലടക്കം ചർച്ചകൾ നടന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ. അത്തരത്തിൽ അത് പെട്ടെന്ന് സാധ്യമാവുന്നൊരു കാര്യമാണ്. അൻവർ എന്നുള്ള വിഷയം മാത്രമല്ലല്ലോ, UDF-നെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് അൻവറിൻ്റെ ആവശ്യം മാത്രമല്ല, അത് ആ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ്. അതിപ്പം വയനാട് മുതൽ തുടങ്ങുന്നത്, വയനാട് മുതൽ പിന്നെ നമ്മുടെ നിലമ്പൂർ, അതുപോലെ തന്നെ ഇടുക്കി തുടങ്ങി ഹൈറേഞ്ച് മേഖലയിൽ അവിടെയൊക്കെ ഈ വനനിയമത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ബാധിക്കുന്ന ഈ പക്ഷത്തിൽ ഗവൺമെൻറ് കുറച്ചുകൂടി അവധാനത്തോടെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അടുത്ത ഇലക്ഷനിൽ UDF-ന് ശക്തിപ്പെടേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ UDF ചെയ്യും. ഓക്കെ, UDF-നെ ശക്തിപ്പെടുത്താൻ വേണ്ടത് എന്തൊക്കെ അക്കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. കൃത്യമായി അദ്ദേഹം അതിനൊരു മറുപടി പറയുന്നില്ല. പക്ഷേ നമുക്ക് വരികൾക്കിടയിൽ വായിക്കാം. UDF-നെ ശക്തിപ്പെടുത്താനുള്ള പല ഘടകങ്ങളുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. പി.വി. അൻവറിന്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയമാണ്, അതിൽ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, വിശദമായ ചർച്ചകൾ നടക്കും ആ വിഷയത്തിൽ എന്ന് പ്രതികരിക്കുന്നുണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഏതായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ UDF-നെ ശക്തിപ്പെടുത്തണം, അതിനുവേണ്ടിയുള്ള നടപടികളുണ്ടാകും, വിശദമായ ചർച്ചകൾ നടക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പി.വി. അൻവറിന്റെ UDF പ്രവേശവുമായി ബന്ധപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകർ ഉയർത്തുമ്പോൾ അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലീഗ് ഇനി എന്തിടപെടൽ നടത്തും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അദ്ദേഹം ഈ വഴി പോയപ്പോൾ താൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടേക്ക് എത്തിയതാണ് എന്ന് പറയുന്നുണ്ട്. ജയിൽ മോചിതനായ ശേഷമാണ് അദ്ദേഹം എത്തിയത് എന്നടക്കം അറിയിച്ചതായി കൂടി ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നു.